ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ബിഗ് ഹോൾ വീഡിയോ ആണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബാഗൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ള കളക്ഷനാണ്. വലിയ ബാഗുണ്ട്, മീഡിയം സൈസുണ്ട്, തീരെ ചെറുതുണ്ട്, സ്ലിംഗ് ബാഗ്സ് അങ്ങനത്തേത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ വീഡിയോയിലും കാണിക്കാം. കാരണം കാണുന്നവർക്കാണെങ്കിലും സൗകര്യമാണല്ലോ. അപ്പം ഇത് നമുക്ക് പല ഒക്കേഷനിൽ ഓഫീസിൽ കൊണ്ടുപോകുന്ന കളേഴ്സുണ്ട്, പള്ളിയിൽ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം, ഒരു ഫംഗ്ഷന് കൊണ്ടുപോകുന്ന ടൈപ്പുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഇതിൽ നിന്നൊരു എനിക്ക് തോന്നുന്നൊരു 40% കൂടെ വേറെ വലിയ പെട്ടിക്കകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അതെടുക്കാനുള്ള ഒരു വഴിയില്ല. അതുകൊണ്ട് ഞാൻ താഴെയുള്ള ബാഗ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. മറ്റേത് എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. ആദ്യത്തെ ബാഗ് അടുത്തിരിക്കുന്നൊരു ബാഗ് തന്നെ എടുക്കാം. ഇതാണ് ഫസ്റ്റ് ബാഗ്. ഇത് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ്, എനിക്കൊന്ന് 1 മാസത്തിനുള്ളിൽ വാങ്ങിച്ച എനിക്കൊന്ന് മെയിൽ വാങ്ങിച്ച ബാഗാണ്. ഇത് ഞാൻ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞ കടയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ് ബാഗാണിത്. ഇത് നല്ലൊരു ബാഗാണ്. ഇത് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്കൊരു ഇടയ്ക്ക് വൈകിട്ടൊക്കെ മോളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാം. ഇങ്ങനെ ഇട്ടുകൊണ്ട് ഞാനിങ്ങനെയാണ് കൂടുതൽ സമയം ബാഗ് ഇടുന്നത്. തോളയിൽ ഇടാറില്ല, കാരണം എപ്പോൾ തോളയിൽ ഇട്ടാലും അത് മറന്ന് താഴെ പോകും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇതിൻ്റെ ബ്രാൻഡ് ആനി ക്ലേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബാഗ്. ഇതൊരു ഓഫ് വൈറ്റിലൊരു ലൈറ്റ് കളർ, നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ കളറല്ലേ, ആ ഒരു കളറ് ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത്, പിങ്ക് കളറിൽ. പിന്നെ അതിന് ലോങ് ഇതുകൊണ്ട്. ഇതപ്പോൾ അടുത്ത ബാഗാണ്. ഇതും ഞാൻ ഒത്തിരി വർഷം മുമ്പ് വാങ്ങിച്ചൊരു ബാഗാണ്. ഇതിൻ്റെ കളർ കണ്ടോ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ കളറ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ ഭയങ്കര നല്ലൊരു കളറാണ്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ബാഗുകളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോയി. ഇതും നല്ലൊരു ഒക്കേഷനിലൊക്കെ ഉണ്ട്, പാർട്ടി വെയറായിട്ടും നല്ലൊരു ഫങ്ഷനായിട്ടും ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ ഓഫീസിൽ കുറച്ചുകൂടെ ഡാർക്ക് കളേഴ്സ് ആയിരിക്കത്തില്ലേ കൂടുതൽ കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയുള്ള അല്ലാത്ത എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന രീതിയിൽ, ലൈറ്റ് കളർ ഡ്രസ്സിന് ചേരുന്ന രീതിയിൽ ഇത് യൂസ് ചെയ്യാം. ഇതിനൊരു ഷോർട്ട് ഹാൻഡിലും ഒരു ലോങ് ഹാൻഡിലും ഉണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത ബാഗ്. ഇത് നെക്സ്റ്റ് ബാഗ്. ഇത് ഞാൻ R&B വാങ്ങിച്ചതാണ്. R&B ഞാൻ കുറേ നാൾ മുമ്പ് ഒരു 4-5 ബാഗ് ഞാൻ വാങ്ങിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഓഫറിൽ എനിക്ക് കിട്ടിയതാണ്. കാരണം ആ സമയത്ത് ഞാനിവിടെ എനിക്കൊന്ന് റീമോളിലാണെന്ന് തോന്നുന്നു, അബുദാബിയിൽ ജസ്റ്റ് ചെന്നപ്പോഴത്തേന് അവിടെ എല്ലാത്തിനും ഫ്ലാറ്റ് 30% ഓഫ്. അപ്പം ഞാൻ ബാഗ് നോക്കിയപ്പോൾ എല്ലാ ബാഗും 30 ദിർഹംസേ ഉള്ളൂ. അതായത് 70, 65 ആ റേഞ്ചിലുള്ള എല്ലാം ബാഗ്സിന് ഓൾമോസ്റ്റ് 30 ദിർഹംസ് ബാഗിനെല്ലാം. അങ്ങനെ ഞാൻ കുറേ ബാഗ് അന്ന് വാങ്ങിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഈ ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ഒരു ഭംഗിയുള്ള ഷേപ്പിൽ, എന്ത് ഷേപ്പാണെന്ന് എനിക്കറിയില്ല, സിലിണ്ടറോ എന്തോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സാധനമൊക്കെ ഇടാം. എനിക്കിങ്ങനെ ഇട്ടിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഷർട്ടും പാൻറ്റും സ്കേർട്ടും ഒക്കെ ഇടുമ്പം ഇന്ത്യൻ സ്റ്റൈലല്ല, പക്ഷേ അല്ലാതെ ഇവിടെ നമ്മളെപ്പോഴും ഇടുന്ന ഒരു സ്റ്റൈലിന് ഇത് നല്ല രസമായിരിക്കും. ഇതിലിങ്ങനെ ഒരു ട്രയാങ്കിൾ ഡിസൈൻസും ഉണ്ട്. ലൈറ്റ് കളർ ആയതുകൊണ്ട് നമുക്ക് പല ഡ്രസ്സിൻ്റെയും കൂടെ നമുക്കിത് സെറ്റ് ചെയ്തിടാനും പറ്റും. പിന്നെ അന്ന് തന്നെ വാങ്ങിച്ച വേറൊരു ബാഗാണിത്. ഇതിൻ്റെ ടാഗ് ഞാൻ മാറ്റിയിട്ടില്ല, കാരണം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഷേപ്പാണിത്. സ്ക്വയർ ഷേപ്സിൽ ബോക്സ് പോലെ ഇരിക്കുന്ന ബാഗ്സ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, കുറേ എനിക്ക് അങ്ങനത്തെ ബാഗ്സാണ് ഉള്ളത്. അപ്പോൾ ഇത് 25 ആയുള്ളത്. ഈ ബാഗിന് 25 ആയുള്ളൂ. പുറത്ത് വയ്ക്കുക, എന്ത് നല്ല ഒരു ഓഫറായിരുന്നു അത്. നല്ല ഒരു ഗോൾഡൻ ഇതുമുണ്ട്, അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു ബാഗാണ്. നല്ല ഷേപ്പും, നമുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ നല്ലൊരു ഇതല്ലേ. നമ്മൾ അബയ ഒക്കെ ഇടുമ്പം ഭയങ്കര സ്റ്റൈലായിരിക്കും ഇങ്ങനത്തെ ബാഗ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് അടുത്ത ബാഗ്. ഓക്കെ, അപ്പോൾ കഴിയുന്ന ബാഗെല്ലാം ഞാനിങ്ങനെ പുറകോട്ട് വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതോടൊപ്പം തന്നെ വാങ്ങിച്ച ഒരു വൈറ്റ് ബാഗാണിത്. ഇതും ടാഗൊന്നും മാറ്റിയിട്ടില്ല. ഇത് ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് 65. എനിക്ക് 25 അല്ലേ 30ക്കാണ് കിട്ടിയത്.
അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഈ ബാഗിനെല്ലാം ഷോർട്ടായിട്ടുള്ള ഇതുമുണ്ട്, ഹാൻഡിലുണ്ട്, ലോങ് ആയിട്ടുള്ളതുമുണ്ട് ഇതിനകത്തുണ്ട്. ഇത് ഇങ്ങനെ ഒരു നല്ലൊരു ഡിസൈൻ, വൈറ്റ് കളറാണ്. വൈറ്റ് കളർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും വൈറ്റും ബ്ലാക്കും ഒക്കെ ലൈറ്റ് കളേഴ്സ് ഏത് ഡ്രസ്സിൻ്റെയും കൂടെ ഇടാം. പിന്നെ എൻ്റെ കളേഴ്സിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ വെസ്റ്റേൺ വെയർസ് എല്ലാം ലൈറ്റ് കളേഴ്സും ഇന്ത്യൻ വേറെ കൂടുതൽ ഡാർക്ക് കളേഴ്സും ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഏത് ഡ്രസ്സിൻ്റെയും കൂടെ മാച്ച് ചെയ്യുന്ന പോലുള്ളതാണ്. നല്ല ഷേപ്പും ആവശ്യത്തിനുള്ള വലുപ്പവും അത്ര ഹെവി ആയിട്ടുള്ള ബാഗ് അല്ല. അപ്പം നമ്മൾ ഈ ബാഗ് എപ്പോഴും വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഹെവി ബാഗ്സ് നമ്മൾ കഴിവതും ഉപയോഗിക്കാതിരിക്കും. കാരണം നമ്മുടെ ഷോൾഡറിലായാലും കയ്യിലായാലും നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്, വേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ അതാണ് അടുത്ത ബാഗായിരുന്നു. ഇതും അതിൻ്റെ കൂടെ വാങ്ങിച്ചൊരു ബാഗാണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, നല്ലൊരു ഷേപ്പല്ലേ ഇതിൻ്റെ. ഇതിനകത്തൊരു ബാഗുണ്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഇതിനകത്ത് ചെറിയൊരു ബാഗുണ്ട്, ഇങ്ങനത്തെ ബാഗ്. നമുക്ക് അകത്ത് സ്പേസ് ഉള്ളപ്പം ഇതിനകത്ത് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനായിട്ട്. കാരണം ഇത് വെറുതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല വൃത്തിയായിട്ട് ഇതിനകത്തിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, നല്ലൊരു ബാഗ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഡ്രസ്സുകൾക്കൊക്കെ നല്ലതായിരിക്കും ഈ കളറ്. ഇത് വൈൻ റെഡ് കളർ അല്ലെ മെറൂൺ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു കളറ്. ബ്യൂട്ടിഫുൾ. അതിൻ്റെ സിൽവർ കളറ്, സാധാരണ ഗോൾഡാണ്, ഇവിടെ സിൽവറാണ്. എനിക്ക് ആവശ്യമില്ലാതെ എഴുതിയിരിക്കുന്ന ബാഗ്സ് ഒന്നും അധികം ഇഷ്ടമില്ല. അപ്പോൾ ഇതാണ് അടുത്ത ബാഗ്. ഇതിൻ്റെ ഇതൊക്കെ കണ്ടു, ഭയങ്കര തിന്നായിട്ടുള്ള ഹാൻഡിലും ഒരു ബ്യൂട്ടിഫുൾ ബാഗ്. എനിക്കിഷ്ടമായിരുന്നു ഇത്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ വാങ്ങിച്ച ബാഗ്. അതാണ് ഞാനിപ്പം അതൊക്കെ അടുപ്പിച്ചങ്ങ് ഞാൻ കാണിക്കുന്നത്, ഒരുമിച്ച് വാങ്ങിച്ച ബാഗുകൾ. നെക്സ്റ്റ് ബാഗ്, ഇതൊരു വലിയ ബാഗാണ്. എൻ്റെ കൈയുടെ അത്രയും നീളമുണ്ട് കണ്ടോ, അത്രയും വലിയ ബാഗ്. പക്ഷേ ഭയങ്കര നല്ല ബാഗാണ്, ഒട്ടും വെയിറ്റ് ഇല്ല. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് ഭയങ്കര വെയിറ്റാണ്, തീരെ വെയിറ്റ് ഇല്ല. ഇത് ഞാൻ ആ പർച്ചേസിൽ കൂടെ വാങ്ങിച്ചതാണ്. അപ്പം ഇതുപോലെ ഇത് നമുക്ക് ഓഫീസിൽ എവിടെ വേണമെങ്കിലും ഇടാം. ഇതിനകത്ത് ഇങ്ങനെ ഒരു പൗച്ചുണ്ട്. ഈ പൗച്ച് ആണോ, ഈ പൗച്ചിട്ട് ഇതിനകത്ത് സാധനം ഇട്ടിട്ട് നമുക്ക് ഈ ബാഗിലേക്ക് ഇടാം. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, 2 പേരെ ഡ്രസ്സ് വയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതിൻ്റെ പുറം നല്ല സുഖം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അകത്താണെങ്കിലും നല്ല ലൈറ്റ് കളർ ഉണ്ടോ, നല്ല ബാഗ്. ശരിക്കും നമ്മളൊരു കാര്യം വാങ്ങിക്കുമ്പോൾ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കുമ്പോഴും നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ആയിരിക്കും ഇത് വേണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മിക്കവാറും എല്ലാ ഡ്രസ്സിനും ഇടാനും പറ്റും. ഇതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, എനിക്ക് ഇങ്ങനത്തെ ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ്. റൗണ്ടായിട്ടുള്ള ബാഗ് എനിക്കില്ല, കൂടുതൽ ഇങ്ങനത്തെ ഷേപ്സ് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഉള്ളായിരുന്നെന്ന് തോന്നുന്നു ആ കൂട്ടത്തിൽ. ആ പർച്ചേസിൽ ഇത്രയും ബാഗാണ് വാങ്ങിച്ചത്. ഇതാണ് എൻ്റെ അടുത്ത ബാഗും. ഇത് ഞാൻ ഫുൾ പ്രൈസ് കൊടുത്ത് വാങ്ങിച്ച ബാഗാണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ബ്യൂട്ടിഫുൾ അല്ലേ, നല്ലൊരു ഷേപ്പല്ലേ. ഇതിന് ഇങ്ങനെയാണ് ഇടുന്നത്, ഇതിന് ലോങ് ഹാൻഡിൽ ഇല്ല, ഇങ്ങനെ ഇടുന്ന ബാഗാണ്. ഇങ്ങനെ ഇടാൻ പറ്റത്തുള്ളൂ ഇത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് എന്തായാലും ഇത് 55 ആയിരുന്നു ഇതിന് വില. പക്ഷേ എനിക്കതൊന്നും കൂടുതലായിട്ട് തോന്നുന്നില്ല, കാരണം ഇതിടുമ്പോൾ അതിനൊരു ക്ലാസ് ലുക്കുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത ഡിസൈനൊന്നും ഓവറായിട്ടൊന്നുമില്ല. ഒരു ബ്രൗൺ ടാൻ കളർ. അപ്പോൾ നമുക്ക് ഈ ഷെയ്ഡിലുള്ള എല്ലാ ഡ്രസ്സിനും ഇത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ടാഗ് ഇതിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ വാങ്ങിച്ചൊരു ബാഗ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ കൂട്ടത്തിൽ വാങ്ങിച്ച വേറൊരു വൈറ്റ് ബാഗ്. ഇങ്ങനെയുണ്ട്, നല്ല ബാഗല്ലേ. ഇതിൻ്റെ ഈ ഡിസൈൻ എനിക്കിഷ്ടപ്പെട്ടു, ഇതെനിക്കിഷ്ടപ്പെട്ടു. ഇനി ഹാൻഡിലൊക്കെ കണ്ടു, എന്ത് ഭംഗിയാണ്, ഭയങ്കര സിമ്പിളല്ലേ. ഇതിൻ്റെ ഇങ്ങനെയാണ്, ഇതിൻ്റെ അകത്താണ് എൻ്റെ ലോക്ക്. പിന്നെ ഈ ഷേപ്പ് എല്ലാം എനിക്കിഷ്ടമായി. ഇതൊക്കെ ഹാൻഡ് ബാഗ്സാണ്. ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെ പിടിക്കാം, അല്ല ഇങ്ങനെ പിടിക്കാം, ഷോൾഡറിൽ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ 2 എണ്ണം ഒരുപോലെ ഇരിക്കുന്ന 2 ബാഗ്. ഓക്കെ, ഇനിയും നമുക്ക്
ആൽഡോയിൽ നിന്ന് വാങ്ങിച്ച 2 ബാഗ് ഉണ്ടല്ലോ. ഇതാണ് ആൽഡോയിൽ നിന്ന് വാങ്ങിച്ച ബാഗ്. ഇത് കുറേ നാളായി വാങ്ങിച്ചിട്ട്. അയ്യോ, ഇതിൻ്റെ ഷേപ്പൊക്കെ കണ്ടു വല്ലാതായിപ്പോയി പാവം. ഇടിയും തൊഴിയും കൊണ്ടിങ്ങനെ ആയെന്ന് തോന്നുന്നു എല്ലാവരും കൂടെ. ഇത് നല്ലൊരു ബാഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ ഷേപ്പ് മിക്കവാറും എല്ലാത്തിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ എനിക്ക് ഏതാ ഇഷ്ടമെന്ന്. അപ്പം ഇതും അങ്ങനൊരു ഇതിൻ്റെ ഒരു ചെയിനുണ്ട്. ഇത് കുറച്ചൊരു ഓർണമെൻ്റൽ ബാഗാണ്. പിന്നെ അധികം ബഹളമൊന്നുമില്ല, പക്ഷെ നീറ്റായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. കളറും ഭയങ്കര രസമാണ്. ഈ ബേജും ക്രീമും എല്ലാം കൂടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അടുത്ത ബാഗ് അവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇതാണ് അടുത്ത ആൽഡോ ബാഗ്. ഓൾറെഡി ഒരെണ്ണം ഞാൻ കാണിച്ചു. ഇത് അതിൻ്റെ സെക്കൻഡ്. കണ്ട, ഫ്ലവേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. സൂപ്പർ ബാഗ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഇതിൻ്റെ സൈഡ് കണ്ടോ. ഇതല്ലേ എല്ലാ ബാഗിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, ഈ ലൈറ്റ് കളേഴ്സിൻ്റെ ഒരു ഗുണം തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഇത് യൂസ് ചെയ്യും. ഇതിനകത്ത് ഇങ്ങനെ ഒരു പൗച്ചുണ്ട്. ഇത് അറ്റാച്ച്ഡ് ആണ്, അപ്പോൾ ഇതിനകത്ത് കിടക്കും. പിന്നെ ഇതിനും ഉണ്ട് ഈ ലോങ് ഹാൻഡിലും എല്ലാം ഉണ്ട്. കണ്ടോ, മിക്കവാറും എല്ലാ ബാഗിനും ഉണ്ട്. അപ്പോൾ ഇതാണ് ആൽഡോയുടെ സെക്കൻഡ് ബാഗ്. ഇതെല്ലാം ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ വാങ്ങിച്ച ബാഗുകളാണേ. ഓക്കെ, ഇനിയുള്ളത് ഇതൊരു R&B ബാഗാണ്. എഗെയിൻ ഇതും ഇതുപോലൊരു ഷോർട്ട് ഹാൻഡിൽ, ലോങ് ഹാൻഡിൽ എല്ലാം ഉണ്ട്. ഇത് നല്ല സ്പേസ് ഉള്ളൊരു ബാഗാണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ. ഇപ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് ഷേപ്പ് എല്ലാവർക്കും മനസ്സിലായില്ല. എല്ലാ ബാഗിനും ഈ ഷേപ്പൊക്കെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. കളറും നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ്, നല്ലൊരു മെറ്റീരിയൽ, എല്ലാം കൊണ്ടും ഭയങ്കര ഒരു നല്ലൊരു ബാഗാണ്. പിന്നെ ഇതിൻ്റെ ആണെങ്കിൽ എനിക്കൊന്ന് വേറെ കളറൊക്കെയാണ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ കളറാണ് ഞാൻ എടുത്തത്. ഓക്കെ. പിന്നെ അടുത്ത ബാഗ് ഇതെങ്ങനെ ഉണ്ടായി കോമ്പിനേഷൻ. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ. ഇതെൻ്റെ സാധാരണ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ഷേപ്പ് തന്നെ. ഇതിനകത്തത് എങ്ങനെയാണ്, അകത്ത് ചില പോക്കറ്റ്സും ഒക്കെ ഉണ്ട്. ഇവിടെ ലോക്ക്, ഇങ്ങനെ അകത്ത് ലോക്ക് ചെയ്യും, പുറത്തുണ്ട്. ഇതും നല്ലൊരു ക്ലാസിക് ലുക്ക്. അതായത് നമ്മളിപ്പം ഈ ഒരു ബ്രൗൺ ഈ കളർ ഡ്രസ്സുകൾക്കൊക്കെ ഇടാൻ നല്ലൊരു കോമ്പിനേഷൻ. ബാഗും കൂടെ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ്. ഇപ്പം നമ്മൾ ഈ ഒരു കോമ്പിനേഷനിൽ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു റെഡ്, പിങ്ക് അങ്ങനത്തെ ബാഗൊന്നും ഇട്ടാൽ കൊള്ളില്ല. ഇങ്ങനത്തെ ഒരു കളർ തന്നെ അതിൻ്റെ കൂടെ ഇടണം, ഈ ഒരു കോമ്പിനേഷൻ ഡ്രസ്സാണെങ്കിൽ. അപ്പം ആ രീതിയിൽ നമുക്ക് ബാഗ് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബാഗ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ആ കടയുടെ പേര് ഓർക്കുന്നില്ല. ഇത് ഒരു ഓഫറിൽ വാങ്ങിച്ചതാണ്. എനിക്ക് കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്. കുറച്ച് ഫാൻസിയാണ്, ഷേപ്പും ചെറുതായിട്ടൊന്ന് ചളിങ്ങിയിട്ടുണ്ട്. ഈ ഷേപ്പ് എനിക്ക് ഇല്ലാത്തൊരു ഷെല്ല് പോലെ ഇരിക്കുന്നത്. ഈ ഷേപ്പ് എനിക്ക് ഇല്ല. ഈ ബാഗിന് മാത്രമേ ഉള്ളൂ ഈ ഷേപ്പ്. പിന്നെ ഇതിൻ്റെ ലോക്കൊക്കെ ഭയങ്കര രസമാണ്, ഭയങ്കര ഒരു എന്താ പറയുക. പിന്നെ ഇതിനകമൊക്കെ നല്ല ഇങ്ങനെ ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇത് നല്ലൊരു ബാഗാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല നീറ്റാണ് ഇതിൻ്റെ ഫിനിഷിങ്ങും എല്ലാം. ഇതിൻ്റെ കട ഏതാ ഞാൻ ഓർക്കുന്നില്ല. ഈ ഷോർട്ട് ഹാൻഡിൽ മതിയെങ്കിൽ ഇത് നമുക്ക് ഊരിക്കളയാം. ഇങ്ങനെയുണ്ട് ഈ ബാഗ്, നല്ലതല്ലേ. ഇത് നെക്സ്റ്റ് ബാഗ്. ഈ ബാഗെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഒത്തിരി വർഷം മുമ്പ് വാങ്ങിച്ചൊരു ബാഗാണ്. ഇത് ഒത്തിരി വർഷം മുമ്പ് വാങ്ങിച്ചിട്ട് ഈ ഡ്രസ്സിന് നല്ലതായിട്ട് ചേരുന്നു ഈ ബാഗ് അല്ലേ. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്നാന്ന് പറഞ്ഞാൽ ഇതിവിടെയൊക്കെ ഭയങ്കര ഷാർപ്പ് എഡ്ജസ്സാണ്. അപ്പോൾ നമുക്കത് എപ്പോഴും കൊണ്ടു നടക്കാൻ കംഫർട്ടബിൾ അല്ല. ജസ്റ്റ് കാണാൻ വേണ്ടിയാണ് കൊണ്ടുപോകാം. പക്ഷെ നമുക്ക് കൈയൊക്കെ ഇതിനകത്ത് ഇടുമ്പോൾ അവിടെ ഇവിടെയും കൊള്ളുവാണെങ്കിൽ വേദന എടുക്കും. അല്ലെങ്കിൽ നല്ലൊരു ബാഗ്. ഞാൻ അധികം ഇതുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല. ഇച്ചിരി മെറ്റീരിയൽ ഹാർഡാണ്. ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് മദീന സെയ്ദ് കിട്ടും. നമ്മുടെ അബുദാബി മദീന സെയ്ദിൽ ബാഗിൻ്റെ ഒരുപാട് അവിടെ ഇങ്ങനത്തെ ഈ ഡിസൈൻ, ഇതിൻ്റെ പല കളറൊക്കെ കിട്ടും. എനിക്ക് ഓറഞ്ച് കളർ ഇഷ്ടമാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്കത് അത്രയൊരു എന്താ പറയുക, നമ്മൾ ഈ കൈയൊക്കെ എടുക്കുമ്പോൾ ഒരു കംഫർട്ടില്ല. അത് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ല ഒരു ഷേപ്പും കളറും എല്ലാം അല്ലേ. ഒരു ഗ്ലോസി ഫിനിഷ്. എനിക്ക് തോന്നുന്നു ഗ്ലോസി ഫിനിഷ് എനിക്കില്ല. ഇതിനൊക്കെ 1-2 ബാഗിനൊക്കെ ഉള്ളൂ. എനിക്ക് അധികം ഇഷ്ടമില്ലാത്തൊരു ഇതാണത്. ഇതിൻ്റെ അകത്തും കുറേ ഇതുണ്ട്, പുറത്തുമുണ്ട്. അതൊക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നോക്കുന്നവരല്ലെങ്കിൽ ഇത് നല്ലൊരു ബാഗാണ്. ഓക്കെ, ഇത് ഞാൻ ജോലിക്ക് പോയി എനിക്കൊന്ന് എക്സാക്ട്ലി 3 ഇയേഴ്സ് മുമ്പ് വാങ്ങിച്ചൊരു ബാഗാണ്. മദീന സെയ്ദിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതും. എനിക്ക് പ്രിൻ്റ് ഇഷ്ടപ്പെട്ടു. ഇതെന്താ ഒരു ഗ്ലോസി ഫിനിഷ്, ഒരു ബിഗ് സൈസ് ബാഗ്. ഇതിനകത്തും ഇതുപോലുള്ള പ്രിൻ്റാണ്. സാധാരണ ഇങ്ങനെ നമ്മൾ അകത്ത് കാണാറില്ലല്ലോ, ചീറ്റ പ്രിൻ്റ്. അകത്തും പുറത്തും അങ്ങനെയാണ്. ബാഗും നല്ലതാണ്, ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും, കുറേ സാധനങ്ങളിടാം. പിന്നെ നല്ലൊരു സ്റ്റൈലില്ലേ കാണാനായിട്ട്. നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലില്ലേ കാണാൻ.
അപ്പോൾ അതൊക്കെ ഉണ്ട്. കുഴപ്പം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിത് ഒരു എന്താ പറയുക, ഒരു കാഷ്വലായിട്ട് യൂസ് ചെയ്യാം. കാരണം ഈ പ്രിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പള്ളിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ പ്രിൻ്റ് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് പ്രിൻ്റൊക്കെ അല്ലേ പള്ളിയിൽ. അപ്പം കാഷ്വലായിട്ട് നമുക്ക് പോകുമ്പം ടീഷർട്ട് അല്ലെങ്കിൽ നല്ല ഡെനിമൊക്കെ ഇട്ട് പോകുമ്പോൾ ഇത് നല്ല രസമാണ് കാണാനായിട്ട്. ഈ പ്രിൻ്റുള്ള ബാഗും ഇതിൻ്റെ സൈസും ഷേപ്പും എല്ലാം നല്ല സൂപ്പറാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്. ഇത് ഞങ്ങൾ ജയ്പൂർ പോയപ്പം ഇതിനകത്തൊരു പൗച്ചുണ്ട്. ജയ്പൂർ പോയപ്പോൾ വാങ്ങിച്ച ബാഗാണ്. അടിപൊളി ബാഗാണ്, ടിപ്പിക്കൽ ഒരു ഇന്ത്യൻ ബാഗാണ്. ഇതിൻ്റെ സൈസ് ഷേപ്പ് എല്ലാം എനിക്ക് പെർഫെക്റ്റ് ആണ്. അകത്ത് പോക്കറ്റ്സ് ഉണ്ട്, അകത്തുണ്ട്, പുറത്ത് സൈഡിലുണ്ട് പോക്കറ്റ്. ഏത് ഡ്രസ്സിനും ഇത് ഇടാം. ഇതിൽ ഇല്ലാത്ത കളറൊന്നും, എല്ലാ കളറും ഇതിലുണ്ട്. നമുക്ക് ഏത് ഡ്രസ്സിന് വേണമെങ്കിലും ഇടാം. കാഷ്വലായിട്ടും ഇടാം, അതായത് നമ്മളൊരു സ്കേർട്ട്, ജീൻസ് അതിൻ്റെ കൂടെ ഇടാം. പിന്നെ ഇന്ത്യൻ വെയർ അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ ഇടാം. ഏതിൻ്റെ കൂടെ ഇടാമെന്ന് മാച്ച് ചെയ്യാവുന്നൊരു ഡ്രസ്സ് ഇതാണ്. പിന്നെ ഇത് നമ്മുടെ ഷോൾഡർ ബാഗ്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ. തീരെ വെയിറ്റ് ഒന്നുമില്ല, ഭയങ്കര കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാം, ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാം. എനിക്കൊന്ന് ഇതിൻ്റെയൊക്കെ ഒത്തിരി ബ്രാൻഡ്സ് ഇന്ത്യയിലുണ്ട്. എന്തുവാണ് അതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഇത് ബ്രാൻഡൊന്നുമല്ല. ഇത് ജയ്പൂർ നമ്മൾ പോയപ്പോൾ അവിടെ നിന്ന് ബാപ്പു ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നേരിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇതിന് ബ്രാൻഡൊന്നുമില്ല. ചില ഇതൊക്കെ ബ്രാൻഡാക്കി വിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതാണ് ഈ ബാഗ്. അതിനൊരാളൂടെ ഉണ്ട് കൂട്ടുള്ളത്. 2 പേരെയാണ് ഞാൻ വാങ്ങിച്ചതെന്ന്. ഈ ചേട്ടനെ ഞാനൊന്ന് വാങ്ങിച്ചതാണ്. ഇതും അതും ഒരുപോലെ, പക്ഷേ ഇതിൻ്റെ കളറിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതൊരു ടിപ്പിക്കൽ ജയ്പൂരി പ്രിൻ്റാണ്. മറ്റേത് വേറൊരു എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു എടുത്ത് നിൽക്കുന്ന കളേഴ്സ്, ബ്രൈറ്റ് കളേഴ്സ്. ഇത് ഡിമ്മായിട്ടുള്ള കളേഴ്സ് അല്ലേ. ഇതിൻ്റെ സൈസും ഷേപ്പും ഇതിനകത്ത് ഇതുപോലെ ലാപ്ടോപ്പ് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഒരു പൗച്ചുണ്ട്, എല്ലാം ഉണ്ട്. നല്ല അടിപൊളി ബാഗ്. എനിക്കിത് രണ്ടും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇത് യൂസ് ചെയ്തില്ല. ഇതിനൊരു പറ്റിയ ഒക്കേഷൻ കിട്ടാത്തതുകൊണ്ട് ഇത് യൂസ് ചെയ്തില്ല. ഒരുപാട് നല്ല സാധനം നമ്മൾ ഇഷ്ടത്തോടെ വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്കൊന്ന് 2 വർഷം ഈ ബാഗ് എൻ്റെ ഇരിക്കുന്നത്. ഇതുവരെ യൂസ് ചെയ്തില്ല. ചിലപ്പോൾ നാളെ യൂസ് ചെയ്യുമായിരിക്കും. എല്ലാം വളരെ പെട്ടെന്ന് തീരുമാനിക്കും. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു കൊച്ചിനെ വെച്ചുകൊണ്ട് പോകും. അത്രയും വലിയൊരു ബാഗുണ്ടോ. ഒരു കൊച്ചിനെ, എൻ്റെ കൊച്ചിനെ ഇതിനകത്ത് കയറ്റി വെച്ചാലോ. ഉണ്ടോ, ഒരാളെ വേണം ഇതിനകത്ത് കയറ്റി വയ്ക്കാം. ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ നല്ല ജോലി, കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അവരുടെ സർവ്വ സാധനങ്ങൾ ഇതിനകത്ത് കയറും. ഹാർഡ് വർക്കിംഗ് വുമൺ. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തില്ല, കാരണം ഞാൻ ഇതുവരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ വില 65. ഓഫറൊന്നുമല്ല, എല്ലാം ഫുൾ കൊടുത്ത് വാങ്ങിച്ചാൽ തോന്നും. അതല്ല, ഇത് ഓഫറായിരിക്കും. എപ്പോഴും ഞാനൊരു ഓഫർ ഗേൾ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഫുൾ വില കൊടുത്ത് വാങ്ങിച്ചാൽ. അപ്പോൾ ഇതാണ് അടുത്ത ബാഗ്. ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ കൂടുതലും സ്ലിംഗ് ബാഗ്സ് ആണ് കാണിക്കുന്നത്. സ്ലിംഗ് കണ്ടോ, ഇതാണ് സ്ലിംഗ് ബാഗ്സ്. കാരണം ഏറ്റവും നമുക്ക് ഇവിടെ പുറത്തു പോകുമ്പം എനിക്ക് കംഫർട്ടബിളായിട്ടുള്ള സ്ലിംഗ് ബാഗ്സ് ആണ്. കാരണം നമ്മൾ ഒക്കേഷൻസൊക്കെ കുറവാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം തോളയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം, ഫോണ്, ലിപ്സ്റ്റിക്ക്, സൺഗ്ലാസ്, ഇത്രയും കാര്യം ഇതിനകത്ത് കയറും. അപ്പോൾ ഇങ്ങനത്തെ ബാഗ് കുറേ ഉണ്ട്. അത് പഴയതുണ്ട്. ഇത് 5 ദിറംസിൻ്റെയും 10 ദിറംസിൻ്റെയും ബാഗും ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഇത് ഞാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ബാഗ്, ദിസ് കളർഫുൾ ബാഗ്. ഇത് ഇവിടെ ഇങ്ങനെ. അപ്പം നമുക്കിങ്ങനെ ഇത് പുറത്ത് കാണുന്ന പോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുന്നത്, ഈ കളറിലുള്ള ടീഷർട്ട്സ്, ഡെനിം, ആ ഒരു കോമ്പിനേഷനിൽ നന്നായിരിക്കും. ഈവൻ വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും. ഫ്ലൂറസൻ കളേഴ്സും കുറേ ബീഡ്സിൻ്റെ വർക്കൊക്കെ ഉണ്ട് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്ലിംഗ് ബാഗ്. ഓക്കെ, വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഇവർ 2 പേരും സിസ്റ്റേഴ്സാണ്. ഇവർ എനിക്ക് തോന്നുന്നു ഇത് 10 ദിറംസ് അല്ലെ ലെസ് ദാൻ 10 ദിറം ബാഗാണ്. ഇത് പണ്ട് നമ്മുടെ സ്വന്തം വെയർമാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഞാനൊരു വെയർമാർട്ട് ഫാനാണ്. അവിടുത്തെ ഡ്രസ്സും ബാഗ്, ഷൂസ്, ചെരുപ്പ്, ഷാമ്പൂ, കണ്ടീഷണർ, സോപ്പ് എല്ലാം ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും. അത് പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ചിലർ അവിടുത്തെ സാധനമൊന്നും കൊള്ളത്തില്ലെന്ന്. ഇതവർ വീട്ടിലുണ്ടാക്കുന്നൊന്നും അല്ലല്ലോ. എല്ലാവരും വാങ്ങിക്കുന്നിടത്തൊന്നും അവർ വാങ്ങിക്കുന്നു, വളരെ റീസണബിളായിട്ട് വിൽക്കുന്നു, നമ്മളത് വാങ്ങിക്കുന്നു. ഭയങ്കര നല്ലൊരു ബാഗ്. ഇത് ഭയങ്കര സോഫ്റ്റാണ്, മെത്ത പോലെ ഇരിക്കരുത്, സോഫ്റ്റാണ്. പിന്നെ ഈ ഡിസൈനൊക്കെ കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ. പിന്നെ നല്ലൊരു സിബുണ്ട്, ഒരു കറക്റ്റ് ബോട്ടിൽ ഫിറ്റാവും. വേണമെങ്കിൽ കുട വരെ വേണമെങ്കിൽ ഇതിനകത്ത് വയ്ക്കാം. അതിൻ്റെ വേറൊരു കളർ, ഈ 2 കളർ ഞാൻ ഒരുപാട് യൂസ് ചെയ്തതാണ്.
ഇപ്പോഴും ഒരു കുഴപ്പമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുകയാണ്, നല്ല കംഫർട്ടബിളാണ്, നല്ല ലോങ് ആയിട്ടുള്ള ഇതുണ്ട്. എനിക്ക് സ്ലിംഗ് ബാഗ്സ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എൻ്റെ എപ്പോഴത്തെ യൂസിന് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഇത് ഒരു ചോട്ട ബാഗ്. ഇതാ ഈ ചോട്ട ബാഗ് ഗ്ലോസി ബാഗാണ്. ഈ ഗ്ലോസി ബാഗ് ഞാൻ എൻ്റെ മോക്ക് വാങ്ങിച്ചു കൊടുത്ത ബാഗാണ്. ബാഗ് എടാ, ഇത് ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്. ഇത് മോക്ക് വാങ്ങിച്ചതെന്ന് കണ്ടറിയത്തില്ലേ, കാരണം കൊച്ചു പിള്ളേർക്ക്, ടീനേജ് ഗേൾസിന് അവരുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന പോലത്തെ, അവർക്കൊരു ഫോൺ മാത്രം ഇട്ടാൽ മതി, ഒരു ലിപ് ബാമോ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ബാഗാണിത്. സൂപ്പർ ബാഗാണ്. ഉണ്ടോ, ഇങ്ങനെ. ഇത് ആവശ്യമില്ലാത്ത ഒരു ഡിസൈനും ഇല്ല. എനിക്കിങ്ങനെ ഒത്തിരി പുറത്ത് ഡിസൈനുള്ള ബാഗൊന്നും എനിക്കിഷ്ടമില്ല. പിന്നെ ബ്രാൻഡഡ് ബാഗ്സേ എനിക്കിഷ്ടമില്ല. ഓരോ ബ്രാൻഡ് ഉണ്ടല്ലോ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ഞാൻ ബ്രാൻഡിൻ്റെ ആളല്ല, ഞാൻ വെറും സാധാ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾ. ഓക്കെ, ഇത് നമ്മുടെ സ്വന്തം മാക്സിൻ്റെ ആണ്. മാക്സിൻ്റെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. മാക്സുകാർ ഇത് കാണുവാണെങ്കിൽ നന്നായിരിക്കും. ഇത് മാക്സിൻ്റെ ഒരു വെൽവെറ്റ് ബാഗ്. ഇങ്ങനെ ഇടാം, ഇത് ഷോൾഡറിൽ വേണമെങ്കിലും ഇടാം. നല്ല സ്റ്റൈൽ ബാഗല്ലേ. ഇതൊരു പ്രത്യേക ഷേപ്പാണ്. ഇങ്ങനത്തെ ഷേപ്പൊന്നും എനിക്കറിയില്ല, ഒരു ബാഗൊക്കെ കാണുള്ളൂ ഈ ഷേപ്പിലൊക്കെ. നോക്കാം. അപ്പോൾ ഇത് നല്ലൊരു ബാഗ്, വെൽവെറ്റ് ബ്രൗൺ കളർ വിത്ത് ഗോൾഡൻ ഓർണമെൻ്റൽ വർക്ക് ആൻഡ് ഓൾ. എന്താ പറയുന്നതിനൊക്കെ എനിക്കറിയില്ല. ഇതിനകത്ത് സിമ്പിൾ എന്താ ഭയങ്കര സ്ലിമ്മായിട്ടുള്ളൊരു ബാഗാണ്, വലിയ ബൾക്കിയൊന്നും അല്ലാത്ത. ഓക്കെ, ഇത് ഞാൻ ഓഫ് പ്രൈസിൽ നിന്ന് വാങ്ങിച്ചൊരു ബാഗാണ്. ഇതും ട്രാവൽ ചെയ്യുമ്പോൾ നല്ലൊരു ബാഗ് കണ്ടില്ലേ, നമുക്ക് കുറേ ആക്സസറീസൊക്കെ ഇടാം. കുറച്ച് ബൾക്കി ആയിട്ടുള്ളതാണ്, വെയിറ്റ് ഇല്ല, നല്ല വീതിയുള്ള സ്ട്രാപ്പാണ്. അപ്പം നമുക്ക് കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലും അധികം വർക്കൊന്നുമില്ല, പക്ഷെ നല്ല പ്ലസൻറ്റ് ഒരു ഗ്രീൻ കളർ. ഞാനൊരു ഗ്രീൻ കളർ ഫാനാണ്. എവിടെ ഗ്രീൻ കളർ കണ്ടാലും ഞാൻ വാങ്ങിക്കും. ഡ്രസ്സുകളെല്ലാം, ബാഗ് കുറവാണ്, പക്ഷെ ഡ്രസ്സുകൾ ഒരുപാട് എനിക്ക് ഗ്രീൻ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതും അങ്ങനെ ഒരു നല്ല കുറേ പേഴ്സ് ഇതുണ്ട്, അപ്പോൾ സിബൊക്കെ ഉണ്ട് ഇങ്ങനെ സൈഡിൽ. ഇതൊരു മെയിൻ ഇതുണ്ട്, പിന്നെ ഇങ്ങനെ ഇത്രയും സ്പേസിനകത്തുണ്ട്. ഓക്കെ, നല്ലൊരു ബാഗാണ് ഇത്. നെക്സ്റ്റ്, ഇതൊരു വളരെ പഴയ ബാഗാണ്, പക്ഷേ അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിങ്ങനെ മടങ്ങിയിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഷേപ്പ് ഇങ്ങനെ, അത് ഫുൾ സാധനം ഉണ്ടെങ്കിൽ നല്ല ഗുണ്ടുമണിയായിട്ടിരിക്കുന്നൊരു ബാഗ്. ഇതിൻ്റെ ഷേപ്പ് എനിക്കിഷ്ടമാണ്. ഇത് ഇതുപോലെ നമ്മൾ ചെറിയൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കയ്യിലിട്ടുകൊണ്ട് പോകും. അല്ലല്ലേ, നല്ലൊരു കളറാണ്. ഞാൻ നേരത്തെ കാണിച്ച ബാഗൊക്കെ വാങ്ങിക്കുന്നതിനൊക്കെ മുമ്പേ വാങ്ങിച്ചു. ഈ ഒരു കളർ എനിക്കിഷ്ടമായിട്ടേ വാങ്ങിയതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു 4-5 ഇയേഴ്സായി കാണുമായിരിക്കും. മറ്റേ ഞാൻ നേരത്തെ മുമ്പേ കാണിച്ച ബാഗൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു 2 ഇയേഴ്സ് 3 ഇയേഴ്സൊക്കെ ആയി കാണും. അപ്പോൾ ഇത് അത്രയും നല്ലൊരു, വളരെ പണ്ടേ എൻ്റെ കൂടെ വന്നൊരു ബാഗാണ്. ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ബാഗ് ഞാൻ വാങ്ങിച്ചാൽ കാണിക്കാം. ഇത് ഞാൻ ടീമോന്ന് വാങ്ങിച്ച ബാഗ്. ഇത് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച ബാഗ്. അത് കണ്ടറിയത്തില്ലേ, ഒരു പൂവ്. അപ്പം ഇതെൻ്റെ കുഞ്ഞിനെ വാങ്ങിച്ച ബാഗാണ്. ഇതിനകത്തും അത്യാവശ്യ സാധനങ്ങളൊക്കെ കയറും. നല്ല വൈറ്റ് സോഫ്റ്റ് ബാഗ്. ഇത് തോളയിലിടാൻ വേണമെങ്കിൽ തോളയിലിട്ടുകൊണ്ട് പോകാം, കൈ തൂക്കി പിടിക്കാം. സ്ലിങ് അല്ല, കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാം. ഈ ഒരു കളർ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. ഒരു മെയിൻ സിബുണ്ട്, ഇങ്ങനെ ഗോൾഡൻ കളറിലെ കുറേ പണിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് സ്റ്റീവ് മാർഡിൻ്റെ ബാഗാണ്. അത് ഞാൻ വാങ്ങിച്ചു. സ്റ്റീവ് മാർഡിൻ്റെ ബാഗ് ഞാൻ വാങ്ങിച്ചു. ഇത് യൂസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. എപ്പോഴോ നല്ലൊരു ഓഫർ കണ്ട് എനിക്ക് കളർ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതല്ല, കുറേ സാധനങ്ങളുണ്ട്. ഇത് കിണകിണകിണകിണെന്നുള്ള സാധനങ്ങൾ ഉണ്ടോ. ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇനി ഇത്രയും കിളികിളികിലാന്ന് കേൾക്കുന്നത് നല്ല രസമല്ലേ, നല്ല രസമുണ്ട്. ഇത് എന്തോ ഒരു ഭംഗിയുണ്ട് ഇത് കാണാൻ. അധികം സാധനമൊന്നും കയറില്ല, ഒരു ഫോണൊക്കെ കയറും. എനിക്ക് ഫോണും വെള്ളവും കയറണം, പക്ഷെ വെള്ളം ഇതിനകത്ത് കയറത്തില്ല, നമുക്ക് കൈ പിടിക്കേണ്ടി വരും. നല്ലൊരു സ്ലിംഗ് ബാഗുണ്ട്, ഇത്രയും ലോങ് ആണ്. ഓക്കെ, നല്ലൊരു ബാഗാണ്. ഓക്കെ, ഉണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട്.
ആ കൂട്ടത്തിൽ തന്നെ വേറൊരു കിലുക്കാമ്പെട്ടി ബാഗാണ് ഇത്. ഇത് ഞാൻ കളർ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഓറഞ്ച് ബാഗ് ഉണ്ടോ. ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റും ഉണ്ടോ, മറ്റേനും ഉണ്ടായിരുന്നു, ഇതിനും ഉണ്ട്. ഇതിനും ഭയങ്കര ഒരു കിലുക്കമാണ് കണ്ടോ, കിളികിളികിലാന്ന് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ വലിയൊരു കിലുക്കം ചങ്ങല പോലെ ഉണ്ടോ. ഭയങ്കര ഒരു ഗമയല്ലേ ഇത് കാണുമ്പോൾ തന്നെ, ഒരു ഗൾഫ് ലുക്കില്ലേ ഇത് കാണുമ്പോൾ. ഇതും എനിക്കിഷ്ടം. ഇത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഇത് കൊണ്ടുപോയായിരുന്നു. നല്ല ബാഗാണ് ഇത്. ഭയങ്കര സോഫ്റ്റാണ്. ഇതിനകത്ത് വെള്ളമൊക്കെ കയറും. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. നല്ല സുഖമാണ് ഇതൊക്കെ ഇടാനായിട്ട്. കാരണം ചില മെറ്റീരിയൽ നമ്മൾ ഭയങ്കര റഫും എന്തോ പോലെ ഇതകത്ത് കൊള്ളുന്നത്. ഞാൻ നേരത്തെ ഒരു ബാഗ് കാണിച്ചില്ലേ, ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. ഈ ബാഗ് മറ്റേ ബാഗ് നല്ലൊരു ഓഫർ വന്നിട്ട് ഞാൻ വാങ്ങിച്ച ബാഗാണ്. എനിക്കിഷ്ടമായി ഈ ബാഗ്. ഇതിൻ്റെ അവിടെ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റീവ് മാഡം. എനിക്ക് അങ്ങനെയൊന്നും ആക്ച്വലി എഴുതുന്ന ഇഷ്ടമില്ല, പക്ഷേ ഇതിലധികം കാണുന്നൊന്നുമില്ല. പിന്നെ എനിക്ക് കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഏത് കുറഞ്ഞ ബ്രാൻഡായാലും ഞാൻ വാങ്ങിക്കും, കാരണം എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനും ഒരു വെറൈറ്റി വേണ്ടേ. ഇതെൻ്റെ ഒരു പാവപ്പെട്ട ബാഗാണ്. ഈ ബാഗിൻ്റെ ഷേപ്പ് എനിക്കിഷ്ടപ്പെട്ടു കണ്ടോ. ഇങ്ങനത്തെ ഒരു ഷേപ്പ്, നല്ല ഷേപ്പല്ലേ ഇത്. നല്ല ഷേപ്പും അതിൻ്റെ പുറത്തെ ഡിസൈനും കൊള്ളാം. ഇത് എങ്ങനെ എടുത്തിട്ട് എറിഞ്ഞാലും ഒരു കുഴപ്പമില്ലാത്തൊരു ബാഗാണ്. ഇതിന് 10 ദിർഹംസ് കണ്ടേ ഉള്ളൂ. സ്ലിങ് ബാഗാണ്. വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ വില കുറയ്ക്കണ്ട. അതിൻ്റെ ഉപയോഗം, അതിൻ്റെ ഭംഗിയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഒത്തിരി ഒരു 5000 ദിർഹംസിൻ്റെ ബാഗ് വാങ്ങിച്ചാലും എന്തായാലും അതൊരു ബാഗല്ലേ. എന്നാൽ പിന്നെ ഇഷ്ടമുള്ളത് വാങ്ങിച്ചാൽ പോരെ. ആരെ കാണിക്കാനാണ് വാങ്ങിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങിക്കാം. ആരും കാണിക്കാൻ വേണ്ടി ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓക്കെ. പിന്നെ ഇതെൻ്റെ ഒരു കുഞ്ഞ് ഗേളി പോപ്പ് ഉണ്ട്. ആ കുഞ്ഞിന് വാങ്ങിച്ച ബാഗായത്. ഇല്ല ഇല്ല ഒരു ചെറിയൊക്കെ ഇരിക്കുന്നുണ്ട്, കുഞ്ഞ് ചെറി. ഇല്ല ഈ ഷേപ്പ് സൂപ്പർ ഷേപ്പല്ലേ. ഇത് ഷോൾഡർ ബാഗായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് നല്ല ബാഗാണ്. ഇത് മാക്സിൽ വാങ്ങിച്ചാണ്. ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അത് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓഫറൊന്നും കാണത്തില്ല, പക്ഷെ നമ്മളങ്ങ് വാങ്ങിക്കും. എന്നാലും എനിക്ക് തോന്നുന്നില്ല വലിയ വിലയൊന്നും, മേ ബി 30 ഇത്രയൊക്കെ ആയി കാണുള്ളൂ. പക്ഷെ നമുക്കൊരു 30 കൊടുക്കുമ്പോൾ നമുക്കൊരു നല്ല ബാഗ് നമ്മുടെ കയ്യിൽ കിട്ടും. നമുക്കിങ്ങനെ ഓരോ ഡ്രസ്സിനും മാറി ഇടാമല്ലോ. അതൊരാവശ്യമല്ലേ. നമ്മളീ പറഞ്ഞ പോലെ ഓറഞ്ച് ഡ്രസ്സിന് ഇതിടാൻ കൊള്ളത്തില്ല അല്ലേ. അപ്പം ഇതിന് ചേരുന്ന ഡ്രസ്സുള്ളപ്പോൾ ഇതിടും. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം അല്ല ഇത് കാണുമ്പോൾ ചോദിക്കും ഇത്രയും ബാഗ് ഉണ്ടായിരുന്നോ. എനിക്ക് ഒരുപാട് ബാഗ് വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്, പക്ഷേ ഇത്രയും ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഈ വീഡിയോ എടുക്കുക. അപ്പോൾ എനിക്ക് എന്നാന്നറിയാം, എനിക്ക് എല്ലാ ഡ്രസ്സിനും ചേരുന്ന ബാഗ് വേണം. അപ്പോൾ അത് ഞാൻ ഷേപ്പ് കളറൊക്കെ നോക്കി ഞാനങ്ങ് വാങ്ങിക്കും. എന്നാലും ഒരു ബഡ്ജറ്റ് ഉണ്ട്, അതിന് മേളിലോട്ട് പോകത്തില്ല. പിന്നെ എൻ്റെ എക്സ്പെൻസീവ് ബാഗ്സ് എല്ലാം എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. വില കുറഞ്ഞതൊക്കെ ഞാൻ വാങ്ങിച്ചതായിരിക്കും. ഓക്കെ. ഈ ബാഗ് സൂപ്പർ ബാഗ്. ഓക്കെ, ഗുണ്ട് ബാഗ്.